യൂറോപ്പിൽ വീണ്ടും ഭീകരാക്രമണ ഭീതി ഉണർത്തി ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ വെടിവയ്പ്. മധ്യ ലണ്ടനിലെ പാർലമെന്റ് മന്ദിരത്തിന് പുറത്താണ് വെടിവയ്പുണ്ടായത്. സംഭവത്തിൽ ഒരു സ്ത്രീ മരിച്ചു, രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാർലമെന്റിന് നേരെയുള്ള ഭീകരാക്രമണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ഏതാനും പേർക്ക് പരിക്കു. മേയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി എംപിമാർ പാർലമെന്റിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. ലക്കിടി ജവഹർ ലോ കോളേജ് വിദ്യാർത്ഥി ഷക്കീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ തള്ളി. വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയാണ് കൃഷ്ണദാസ് ഉൾപ്പെടെ 3 പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. കേസിലെ 6ാം പ്രതി സുകുമാരന് കോടതി ജാമ്യം അനുവദിച്ചു. റിമാൻഡിൽ കഴിയുന്ന കൃഷ്ണദാസിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. അതേസമയം കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുന്ന മാനേജ്മെന്റുകളുടെ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. പാലക്കാട് ലക്കിടി ജവഹർ ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. കൃഷ്ണദാസിന് പുറമെ ലക്കിടി കോളേജ് PRO വത്സലകുമാർ, കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരുടെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. അതേസമയം 6ാം പ്രതിയും കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജരുമായ സുകുമാരന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. പരാതി കെട്ടിച്ചമച്ചതാണെന്നും കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികളുടെ അറസ്റ്റ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ളതാണെന്നും ഇന്നലെ പ്രതിഭാഗം വാദിച്ചിരുന്നു. കസ്റ്റഡി നോട്ടീസിൽ ഇല്ലാത്ത ജാമ്യമില്ലാ വകുപ്പുകൾ പിന്നീട് എത്തിയത് സംശയകരമാണെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. എന്നാൽ കോളേജിനെതിരെ പരാതി നൽകിയ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്ന് സർക്കാർ അഭിഭാഷകൻ ബോധിപ്പിച്ചിരുന്നു. അറസ്റ്റിന്റെ 2ാം ദിവസം ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും കൂടുതൽ തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സ്വാശ്രയ കോളേജുകൾ അടച്ചിട്ട മാനേജ്മെന്റ് അസോസിയേഷനെതിരെ സംസ്ഥാന വ്യാപകമായി SFI മാർച്ച് നടത്തി. നെഹ്റു ഗ്രൂപ്പിന്റെ പാമ്പാടി ലക്കിടി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ പ്രതീകാത്മകമായി ക്ലാസ് നടത്തി. റിമാൻഡിൽ കഴിയുന്ന കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട പോലീസ് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെഹ്റു ഗ്രൂപ്പിന്റെ കീഴിലുള്ള കോളേജുകളിൽ വിദ്യാർത്ഥി പീഡനം നടക്കുന്നതായി സർക്കാർ ഹൈക്കോടതിയിൽ. അനാവശ്യ പണപ്പിരിവ് നടത്തുന്നുവെന്നും ചോദ്യം ചെയ്യുന്നവരെ പീഡിപ്പിക്കുന്നുവെന്നും സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പി കൃഷ്ണദാസിന്റെ ജാമ്യ ഹർജിയിൽ നാളെ ഹൈക്കോടതി വിധി പറയും. മതിയായ തെളിവുകൾ ലഭിച്ചതിനാലാണ് കൃഷ്ണദാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. പി കൃഷ്ണദാസിന്റെ ജാമ്യഹർജിയും PRO സഞ്ജിത് വിശ്വനാഥന്റെ മുൻകൂർ ജാമ്യഹർജിയുമാണ് ഹൈക്കോടതി പരിഗണിച്ചത്. 2 ഹർജികളിലും വിശദമായ വാദം നടന്നു. പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി സോഹൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. പി കൃഷ്ണദാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് മതിയായ തെളിവുകൾ ലഭിച്ചതിനാലാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതികളുടെ ഫോൺ രേഖകളും പരാതിക്കാരനായ വിദ്യാർത്ഥിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച ഓട്ടോറിക്ഷക്കാരന്റെ മൊഴിയും ഉൾപ്പെടെ ഒട്ടേറെ തെളിവുകൾ കൃഷ്ണദാസിനെതിരെയുണ്ട്. കേസന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. FIR-ൽ ഇല്ലാത്ത ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തതെന്ന് എതിർഭാഗം കോടതിയിൽ വാദിച്ചു. പരാതിക്കാരന്റെ മൊഴി പൂർണ്ണമായി FIR-ൽ ചേർക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ പരാതിക്കാരൻ ആദ്യം നൽകിയ മൊഴി പ്രകാരമാണ് കേസെടുത്തത്. ഇക്കാര്യത്തിൽ നിയമപരമായ ഒരു വീഴ്ചയും പോലീസിന് സംഭവിച്ചിട്ടില്ല. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരായിരുന്നു. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള കോളേജുകളിൽ വിദ്യാർത്ഥി പീഡനം നടക്കുന്നതായി സർവകലാശാലയുടെ അന്വേഷണ റിപ്പോർട്ടുള്ളതായി പോലീസ് കോടതിയെ അറിയിച്ചു. അനാവശ്യമായി പണപ്പിരിവ് നടത്തുന്നതായും ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ പീഡിപ്പിക്കുന്നതായും ഉള്ള ഗുരുതര കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലക്കിടി ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ SP N വിജയകുമാർ പഴയന്നൂർ SIയോട് വിശദീകരണം തേടി. FIR തയ്യാറാക്കിയതിലെ വീഴ്ചയെക്കുറിച്ചാണ് റിപ്പോർട്ട് തേടിയത്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കമുള്ളവരെ പ്രതിയാക്കി FIR തയ്യാറാക്കിയപ്പോൾ ജാമ്യം ലഭിക്കുന്ന 3 വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരുന്നത്. പരാതിക്കാരന്റെ മൊഴിയിൽ തന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്താനുള്ള തെളിവുണ്ട് എന്നിരിക്കെ ജാമ്യമുള്ള വകുപ്പ് മാത്രം ചുമത്തിയത് വീഴ്ച എന്നാണ് വിലയിരുത്തൽ. പഴയന്നൂരിലെ SI ജ്ഞാനശേഖരനാണ് FIR ഇട്ടത്. ജിഷ്ണു കേസിന്റെ ആദ്യഘട്ട അന്വേഷണം അട്ടിമറിച്ചതും ഇതേ ASI ആണ് എന്ന് ജിഷ്ണുവിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. ജിഷ്ണുവിന്റെ അമ്മയ്ക്കെതിരെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നിയമ നടപടിക്ക്. ഹൈക്കോടതി ജസ്റ്റിസിന് എതിരെ അപകീർത്തികരമായ കേസ് കൊടുത്തതിനാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് എന്ന് ബാർ കൌൺസിൽ അംഗം TS അജിത് ദില്ലിയിൽ പറഞ്ഞു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയും മാനനഷ്ടം ഉൾപ്പെടെയുള്ളതിന് പരാതി നൽകുമെന്നും ബാർ കൌൺസിൽ അറിയിച്ചു. നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സ്വാശ്രയ മാനേജ്മെന്റുകൾ ഇന്ന് കോളേജുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. എന്നാൽ ഒരു വിഭാഗം സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച്
സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകൾ അടച്ചിട്ട നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ കൊച്ചിയിൽ മാർച്ച് നടത്തി. കൃഷ്ണദാസിന്റെ കോലം കത്തിച്ചു. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്താകമാനം സംഘടിപ്പിച്ചത്. മാനേജ്മെന്റുകൾ കോളേജുകൾ അടച്ചതിൽ പ്രതിഷേധിച്ച് ക്ലാസുകൾ എടുത്താണ് വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. ഒരു വിഭാഗം സ്വാശ്രയ മാനേജ്മെന്റുകൾ നടത്തുന്ന സമരം തെറ്റാണെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ. MESന്റെ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും സമരപ്രഖ്യാപനം ചിലരുടെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നുവെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു.